സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനേകം അധികരിപ്പിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ ദുആ. എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ദുആ ആണ്. ആ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയല്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നല്ലത് നൽകണമേ. അവിടെ നോക്കൂ നിങ്ങൾ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ അൽ ഹസന എന്നല്ല പറഞ്ഞത്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന. അലിഫ് ലാം ഇല്ലാതെയാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവേ ദുനിയാവിൽ നന്മകളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അതിൽ നിന്നെല്ലാം നീ എനിക്ക് നൽകണം. എന്തെങ്കിലും ഒരു നന്മ നൽകണേ എന്നല്ല. അത് വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ മരണത്തിൽ, നീ ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവിൽ, നിന്റെ സമയത്തിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ മാതാപിതാക്കളിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹു നീ എനിക്ക് നന്മ നൽകണമേ എന്നാണ് പറയുന്നത്. വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് നല്ലത് നൽകണമേ. അവിടെ നിർത്തിയോ? ഇല്ല. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. പരലോകം 2 തവണ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് 1 തവണയാണ്. മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഹൃദയം ഇത് രൂപത്തിലായിരിക്കണം. ദുനിയാവിനേക്കാൾ അവന് പ്രധാനപ്പെട്ടത്, അവന് ഏറ്റവും പ്രിയങ്കരമായത്, അവന് ഏറ്റവും അധികം സ്നേഹിക്കുന്ന പരലോകത്തെ ആയിരിക്കണം. അവന്റെ ജീവിതം അതിനുവേണ്ടിയാണ്. ദുനിയാവും പരലോകവും അവന്റെ മുൻപിൽ വന്നാൽ ഒരിക്കലും ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നവനായി തീരരുത്, പരലോകത്തെ തെരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, വഖിനാ അദാബന്നാർ. വഖാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നരക ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും നിന്നെ അകറ്റി നിർത്തണമേ എന്നാണ്. ഉദാഹരണത്തിന്, ചില ആളുകൾ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകപ്പെടും, പക്ഷേ അവർ നരകത്തിൽ കുറച്ചുകാലം കിടന്നതിന് ശേഷമായിരിക്കും പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ വഖിനാ അദാബന്നാർ എന്ന വാക്ക് നരകത്തിൽ നിന്ന് നിന്നെ പൂർണ്ണമായും അള്ളാഹു രക്ഷപ്പെടുത്തണമേ എന്നാണ് നീ അതിലൂടെ പറയുന്നത്. കേവലം രക്ഷപ്പെടുത്തലല്ല, നരകത്തിൽ ഒരു തവണ വീണിട്ട് രക്ഷപ്പെട്ടാൽ അത് രക്ഷപ്പെടല. പക്ഷെ വഖിന എന്ന വാക്കുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള രക്ഷപ്പെടല. ഒരിക്കൽ പോലും നരകത്തിലെ ഒരു തീപ്പൊരി പോലും ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ പോലും സ്പർശിക്കാത്ത രൂപത്തിൽ, അതിന്റെ ചൂടോ കാഠിന്യമോ ഒരിക്കൽ പോലും ഒരു നിമിഷ നേരത്തേക്ക് പോലും അനുഭവിക്കാത്ത രൂപത്തിൽ അല്ലാഹു നീ എന്നെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്.